മഴത്തോരു മുമ്പേ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ അലീനയ്ക്ക് ഉണ്ടായ ഈ ഒരു അനുഭവം എന്തായാലും ഇനി ആർക്കും ഉണ്ടാവാൻ പാടില്ല. എന്തായാലും നീ ചെയ്തത് നല്ലത് തന്നെതാ എന്നൊക്കെ അവതക്കുട്ടി പറയുന്നുണ്ട് സ്റ്റാൻലി ജോസഫിന്റെ അടുത്ത്. എന്തായാലും അവൾ ഈ വീട്ടിൽ വന്നപ്പോഴേ ഞാൻ ഉദ്ദേശിച്ചു എന്തെങ്കിലും ഒരു നാശം കാണാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് വന്നതെന്ന്. എന്നാൽ ഇങ്ങനെ ഒരു ദുരന്തമായിരിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? എന്തായാലും ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല, അത് തന്നെ വലിയ ഭാഗ്യം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് സ്റ്റാൻലി ജോസഫ് പറയുക, എന്തായാലും ഇത്രത്തോളം ശത്രുത ഉണ്ടാക്കാൻ്റെ കാര്യം കണ്ടോ? എൻ്റെ മകളാന്ന് പറഞ്ഞ് വന്നതുപോലും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും എല്ലാത്തിനും കാരണം ഒന്നേ ഉള്ളൂ, എൻ്റെ പണത്തിന് മാത്രം, അതിന് മാത്രമേ ആഗ്രഹമുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി വേണമെങ്കിൽ എന്നെ കൊല്ലാൻ മടിക്കില്ല, അത് തന്നെയാ റീത്താമ്മ എന്നൊക്കെ പറയുന്നത് കേട്ട് അവതക്കുട്ടി പറയുക, എന്തായാലും നിന്റെ ജീവിതത്തിലേക്ക് വന്നത് അലീന എന്നുള്ള ഒരു മോള് വന്നു. പക്ഷെ ഒരു കാര്യം നീ ആലോചിക്കണം, നിന്റെ കുടുംബത്തെക്കുറിച്ച് നീ ചിന്തിക്കുമ്പോഴത്തേക്കും നിനക്ക് ഏതാ ശരിയെന്ന് തോന്നുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എനിക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല. എന്തായാലും അലീന എന്തായാലും വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലീനയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും എന്താ മനസ്സിലിരിപ്പ് സ്റ്റാലിയുടെ എന്ന് അറിയാൻ വേണ്ടി അവതക്കുട്ടി ചോദിക്കുന്നുണ്ട്. എന്തായാലും നീ ഒരു കാര്യം ചെയ്തൂടെ? ഇത്രയും തലവേദന വരുത്തി വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവളെ അവിടെ തന്നെ കൊണ്ടുവിട്ടാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി ജോസഫ് തക്ക മറുപടി കൊടുക്കുന്നുണ്ട്. അതിന് ആരുടെയെങ്കിലും ഔദാര്യത്തിൽ കഴിയേണ്ടവളല്ല എൻ്റെ മകള്. അവള് ഇവിടെ എൻ്റെ രാജകുമാരിയായിട്ട് ഇവിടെ കഴിയേണ്ടവളാ. അല്ലാതെ എങ്ങനെയെങ്കിലും ജീവിക്കണമെങ്കിൽ ഞാൻ അവിടെ നിർത്തിയിട്ട് വരുമായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ കണ്ണിട്ട് നോക്കുന്നുണ്ട് സ്റ്റാൻലി ജോസഫിന്റെ. ആ സമയത്ത് മനസ്സിലായി എന്തായാലും അവനാണെങ്കിൽ ഒരിക്കലും അലീനയെ ഉപേക്ഷിക്കില്ല എന്ന്. പക്ഷെ മനസ്സറിയാൻ വേണ്ടി അവതക്കുട്ടി ഒരു കള്ള ചോദ്യം ചോദിച്ചത് സ്റ്റാൻലി ജോസഫിന് മനസ്സിലായില്ലായിരുന്നു. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഉടനെ തന്നെ ഫോൺ വരുന്നുണ്ട്. അവതക്കുട്ടിക്ക് റോബിയാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് പറയുക, എന്തായാലും വീണ്ടും അപ്പച്ചൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, പക്ഷെ നല്ല വാർത്തയായിട്ടേ തിരിച്ചു വരാറുള്ളൂ. ആ സമയത്ത് പറയുക, എന്ത് നല്ല വാർത്തയാ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ആ കുട്ടിക്ക് റീത്താമ്മയാ വിഷം കൊടുത്തത്. എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്നാ രക്ഷപ്പെട്ടത് ആ മോള്. എന്തായാലും ഒരിക്കലും ഇവിടെ നിന്ന് ഞങ്ങളെ പുറത്താക്കാൻ വേണ്ടി നോക്കി ചെയ്യരുത് നിങ്ങളും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ആൽബി ചേട്ടന് വന്നിട്ടുണ്ട്. ഞങ്ങള് എല്ലാവരും കൂടെ എടുത്ത തീരുമാനം ആ വീട്ടിൽ നിന്ന് അവളെ ഇറക്കി വിടുക തന്നെയാ. എന്നിട്ട് സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞ എൻ്റെ ചേട്ടന്റെ ജീവിതം തിരിച്ചു പിടിക്കണം, അത് മാത്രമേ ഉള്ളൂ. ആ റീത്താമ്മയും എൽസമ്മയും എല്ലാവരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്താ കുടുംബക്കാരായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, അന്വേഷിച്ചൂടെ എന്നൊക്കെയാ വിളിച്ചിരുന്നത്. എന്തായാലും നമ്മളടുത്തല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട് അവളുടെ കാര്യത്തില്. അതിന് വേണ്ടാത്ത തീരുമാനങ്ങളൊന്നും എടുക്കാൻ പോണ്ട, അവളുടെ തീരുമാനം എടുക്കാൻ ഇവിടെ അവളുടെ അച്ഛനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അവതക്കുട്ടി. ഇത് കേട്ട ഉടനെ തന്നെയാണ് അവർ പറയുക, എന്തായാലും ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്, എനിക്കും അവരുടെ ജീവിതം നമുക്ക് നോക്കണമല്ലോ. നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതം നിങ്ങൾ നോക്കിയാൽ മതി, എന്തായാലും വേറുള്ളവരുടെ ജീവിതം നോക്കാൻ നിങ്ങൾ പോവല്ലേ റോബി എന്നൊക്കെ അവതക്കുട്ടി പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ അപ്പച്ചനടുത്ത് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടുന്ന് പോയ ആളല്ലല്ലോ അവിടെ എന്തൊക്കെയാ ഇവിടുന്ന് ആദ്യം ഇറക്കി വിടാൻ പോയ സമയത്ത് ഉണ്ടായെന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ട്. കളിയും ചിരിയും അതുപോലെ തന്നെ ആഘോഷങ്ങളും യാത്രപോക്കും അതൊക്കെ ഞാൻ അറിഞ്ഞില്ലെന്നാണ് വിചാരം. ഇനി വീണ്ടും അങ്ങനെയൊക്കെ ആവാൻ വേണ്ടിയാണോ പോയിരിക്കുന്നത്? അതെ, ഞാൻ എൻ്റെ കൊച്ചുമോളെടുത്ത് ഞാൻ കറങ്ങും എല്ലാം ചെയ്യും. അത് നിനക്കെന്താ ഇത്ര അസൂയ? നീ വേണമെങ്കിൽ നീ കൂടെ വാ എന്നൊക്കെ റോബിയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പച്ചാ ഞാൻ ഫോൺ വെക്കുക, എനിക്ക് ദേഷ്യം വരുക എന്നൊക്കെ പറഞ്ഞിട്ട് റോബി ഫോൺ വെക്കുകയും ചെയ്യുന്നുണ്ട്. ആൽബി വരുന്നുണ്ട്. ആൽബി വന്നിട്ട് റോബിയും എല്ലാവരും ഇട്ടിരുന്ന് സംസാരിക്കുക. എന്തായാലും നമുക്ക് ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. അവക്ക് ആ വീട്ടിൽ സുരക്ഷിതമെന്ന് പറഞ്ഞ അവിടെ നിന്ന് ഇങ്ങോട്ടാക്കിയത്. എന്നാൽ അത് നമ്മുടെയൊക്കെ ജീവിതത്തെ തകർക്കാൻ പോകുന്നത് നമ്മുടെ ചേട്ടന്റെ. അത് നമുക്ക് ആലോചിച്ചേ പറ്റുള്ളൂ. എന്തായാലും വിഷമിച്ച് കഴിയേണ്ടതല്ലോ. സന്തോഷമായിട്ട് സ്വത്തുക്കളെല്ലാം ഉണ്ടെങ്കിൽ എന്താ, അത് അനുഭവിക്കേണ്ട യോഗവും സന്തോഷമായിട്ട് ഇരിക്കേണ്ട യോഗം ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒന്നിനും ഒരു കുറവില്ലെങ്കിലും ഒരേ ഒരു കാര്യത്തിൽ ഒരു കുറവുണ്ട്, സമാധാനം.
ആണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടുന്ന് അപ്പച്ചനും കൂടെ പോയി കൂട്ടി നിൽക്കുന്നത് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു വിഷമം തോന്നുന്നത് അല്ലേടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് റോബിയുടെ അടുത്ത്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യണം, നമുക്ക് എല്ലാവരുമായിട്ട് അങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോയാലേ കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വരികയാണ് ഷെറിൻ വന്ന് ചോദിക്കുക, ഇവിടെ എന്താണെന്നാ ഗൂഢാലോചന നടത്തുന്നത്? ഇനി ഏത് കുടുംബം തുലയ്ക്കാൻ വേണ്ടിയാണോ എൻ്റെ ജീവിതം തകർത്തതുപോലെ നിങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടത് നീ കയറി പോകുന്നുണ്ടോ അകത്തേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പോകില്ല, എനിക്ക് ടോണിയുടെ അടുത്ത് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെക്കുന്നുണ്ട്. ഈ സമയത്ത് ടോണി ആ സമയത്ത് പറയുക, കണ്ടോ അവൾ പറഞ്ഞത്, അവളെ കുടുംബം നമ്മൾ തുലച്ചെന്ന്. എന്തായാലും നമ്മളിവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് കൊണ്ട് അവൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എന്തായാലും ചില സമയത്ത് എപ്പോഴാണ് വയലൻ്റ് ആവുമെന്ന് അറിയില്ല, കൊണ്ട് പൂട്ടിയിടുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഷെറിനെ വലിച്ചീത്തോണ്ട് പോവുക. ആ സമയത്ത് പോടാന്നൊക്കെ വിളിക്കുന്നുണ്ട്. അവരെ വിളിച്ചിട്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി ആലോചന എടുക്കുന്നത് എങ്ങനെയെങ്കിലും അവിടെ പോകണമെന്ന്. അങ്ങനെ എല്ലാവരും കൂടെ തന്നെ പോകുന്നുണ്ട്. ഷെറിനും അതുപോലെ തന്നെ ആൽബി അവരെല്ലാവരും ആലോചിക്കുന്നുണ്ട്. എന്തായാലും നാളെ തന്നെ വെച്ച് നീട്ടണ്ട, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, ചേട്ടനെയും കണ്ടിട്ട് കുറേ ദിവസം ആയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആദ്യം നമുക്കൊന്ന് വിളിച്ചു നോക്കാം, ചേട്ടനെ എന്ത് പറയുമെന്ന് അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൽബി ഫോൺ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിഞ്ഞു, എന്താ തീരുമാനം എന്നൊക്കെ ചേട്ടന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എൻ്റെ തീരുമാനം എല്ലാവരും അറിഞ്ഞില്ലേ, നീ അപ്പച്ചൻ പറഞ്ഞ് ഞാൻ എൻ്റെ മോളെ ഇവിടെ നോക്കി, ഞാൻ മോളും ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇനി ആരും ശല്യം ചെയ്യാനാണെങ്കിൽ ഇങ്ങോട്ട് വന്നവരെ എല്ലാവരും ഞാൻ ഓടിച്ചു വിട്ടിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോഴത്തേക്കും അവളെ കൊല്ലാൻ വരെ പദ്ധതി ഇടുക, അതുപോലും ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നല്ലത് അവളെ പറഞ്ഞയക്കുന്നതാ, എന്തിനാ ചുമ്മാ അവിടെ പിടിച്ചു നിർത്തിയിട്ട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും പറയുക. സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട് അവരുടെ അടുത്ത്, എനിക്ക് ഇപ്പോൾ നിങ്ങൾ വിളിച്ചതിന്റെ കാര്യം മനസ്സിലായി, ഇതെല്ലാം പ്രീതാമ നിങ്ങൾക്ക് തന്ന ന്യൂസാ, അതുകൊണ്ട് തന്നെയാ ഇത്രത്തോളം ഇങ്ങനെ സംസാരിക്കുന്നേ. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇപ്പോഴും ഞാൻ പറയുക, ഇനി ആരെയും വിളിച്ചിട്ട് അതും ഇതും പറഞ്ഞിട്ട് എന്നെ വിളിക്കരുത് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴത്തേക്കും ഉടനെ തന്നെ ആൽബി പറയുന്നുണ്ട്, എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാനാണെങ്കിൽ ഇത് പറയേണ്ട കാര്യമല്ല, ചെയ്യേണ്ട നല്ലതിന് വേണ്ടിയാ. എന്റെ നല്ലതിന് വേണ്ടിയെങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ല പറയേണ്ടത്, ഞാൻ പറയുന്ന കാര്യം അംഗീകരിക്കണം. അതുമായിരുന്നു ചെയ്യേണ്ടത്. അപ്പച്ചൻ ഇപ്പൊ നിൽക്കുന്നത് പോലെ, അപ്പച്ചൻ പലയിടത്തും പല രീതിയിലാണോ നിൽക്കുന്നത്, ഇവിടെയാണെങ്കിൽ എങ്ങനെയെന്ന് ഞങ്ങൾക്കല്ലേ അറിയാവുള്ളൂ. പക്ഷെ എന്ന് പറഞ്ഞ് അപ്പച്ചനെ കുറ്റം പറയാൻ നിൽക്കല്ലേ മക്കളെ, നീ ഇങ്ങോട്ട് വന്നാലേ നിനക്ക് മനസ്സിലാവുള്ളൂ കാര്യങ്ങളെല്ലാം എന്നൊക്കെ സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്. എന്തായാലും ഞങ്ങളാണെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇറക്കി വിടേണ്ട തീരുമാനങ്ങളൊന്നും നിങ്ങൾ എടുക്കണ്ട, അതിന് നിങ്ങൾക്ക് ഒരു അധികാരവും ഇല്ല. അവളെ അച്ഛനെയാ ഞാൻ ഇവിടെ ഉള്ളപ്പോഴത്തേക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലി ജോസഫ് ഫോൺ വെക്കുന്നുണ്ട്. അങ്ങനെ ആൽബിയും അതുപോലെ തന്നെ റോബിയും ഇരുന്ന് പറയുന്നുണ്ട്, ചേട്ടനാണെങ്കിൽ എന്തായാലും സമ്മതിക്കില്ല, നമുക്കാണെങ്കിൽ അങ്ങോട്ട് പോകേണ്ട തന്നെയാ കാര്യം. എന്തായാലും പോയാലേ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ രാവിലെ തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞ് തീരുമാനിച്ച് എല്ലാവരും കൂടെ പോകുന്നുണ്ട് സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലേക്ക്. അവിടെയാണെങ്കിൽ മുറ്റത്തിരുന്ന് പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് തന്നെ കയറി പോകുന്നുണ്ട്. അവിടെ അലീന അവിടെ നിപ്പുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ സ്റ്റാൻലി ജോസഫും ആദക്കുട്ടിയും ഇരിക്കുന്നത് കണ്ട് പെട്ടെന്ന് അകത്തേക്ക് കയറി വന്നപ്പോഴത്തേക്കും അലീനയെ കണ്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട്. എന്തായാലും അപ്പച്ചൻ പറഞ്ഞതുപോലെ തന്നെയാ സംഭവിച്ചത്, ഇത് നമ്മൾ അമ്മച്ചി തന്നെയാ എന്നൊക്കെ റോബിയും അതുപോലെ ആൽബിയും പറയുന്നുണ്ട്. എന്നിട്ട് അലീനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഉടനെ തന്നെ ഔദക്കുട്ടി ചോദിക്കുക, എന്താടാ നീ ഇങ്ങനെ നോക്കുന്നത്, കാണാത്തതുപോലെ? ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യമൊക്കെ നിനക്കൊക്കെ മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്നാലും ശരി തന്നെ അപ്പച്ചൻ പറഞ്ഞത്, നമ്മുടെ അമ്മച്ചി തന്നെയാ, ഒരു മാറ്റവും ഇല്ല എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് സ്റ്റാൻലി ജോസഫ് ചിരിക്കുന്നുണ്ട്. എല്ലാവരുടെയും വിചാരമായിരുന്നത് ഇത് എവിടെന്നോ വന്നത്, ഇങ്ങനെയൊന്നും അല്ല, മോളല്ല എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ കയറി വന്നെങ്കിലും അവളെ കണ്ടപ്പോൾ തന്നെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നുണ്ട്. എന്തായാലും ഇനി പറയോ, നിനക്ക് എന്താ പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സ്റ്റാൻലി ജോസഫ്. ഒന്നുമില്ല, എന്നാലും ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി തന്നെയാ വന്നത് ഇങ്ങോട്ട്. എന്തായാലും വന്ന കാര്യം നന്നായി, നിനക്ക് എല്ലാരും കാണാൻ പറ്റിയല്ലോ എന്നൊക്കെ അവതക്കുട്ടി പറയുന്നുണ്ട്. എന്തായാലും വന്നതിൽ എല്ലാരും കൂടെ ഇരുന്നിട്ട് മോളെ ഒരു ചായ എടുക്ക് എന്നൊക്കെ അവതക്കുട്ടി പറയുന്നുണ്ട്. അങ്ങനെ അടുക്കളയിലേക്ക് അലീന പോകുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി ജോസഫ് ചോദിക്കുന്നുണ്ട് ആൽബിയുടെ അടുത്ത്, എന്താ
ഇന്നലെ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇനി എത്തുമെന്ന് എന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ. ഇപ്പൊ എന്താ പറയുന്നുണ്ട്? എന്തായാലും അമ്മച്ചി പോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് കാര്യമായിരുന്നത് ഇവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടി തന്നെയാ വന്നത്. പക്ഷെ ഇനി എനിക്ക് ഒന്നും പറയാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുക, എന്തായാലും ഞാൻ വിചാരിച്ചു വേറെ ഏതോ ഒരു കുട്ടിയാണെന്ന്. പക്ഷെ ഇത് ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു എന്നൊക്കെ ടോണിയും പറയുന്നുണ്ട്. ആ സമയത്ത് മൗതക്കുട്ടിയും അതുപോലെ തന്നെ ഷെറിനെ കണ്ട് ഓടിപ്പോയി അവരെ വിളിച്ച് അകത്തേക്ക് എതിരേറ്റ് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അലീനയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഷെറിനെ കണ്ട് ഞെട്ടുകയും ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ മാമച്ചങ്കന്റെ ടോണി എന്ന് പറയുന്ന ആ ചേട്ടന്റെ ഭാര്യയല്ലേ എന്നൊക്കെ പെട്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അലീനടുത്ത് ചോദിക്കുന്നുണ്ട് സാലി ജോസഫ്, അതിന് ടോണിയെ നിനക്ക് എങ്ങനെ അറിയാം? അത് മാമച്ചനങ്കിളും ഞങ്ങൾക്കറിയാം. മാമച്ചങ്ങളും ഗ്രേസി ആന്റിയും അവരുടെ മോന ടോണി. അത് ശരി തന്നെയാ, ടോണിയുടെ ഭാര്യ തന്നെയാ. പിന്നെ ചില സാമ്പത്തികമായിട്ടൊന്നും പറയാൻ പറ്റില്ല, എന്നാലും മാനസികമായിട്ട് ഇപ്പൊ വളരെയധികം വിഷമത്തിലാ അവള്. അവിടെ പോയി ജീവിച്ചേ പിന്നെ ഇതൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ആരെയും കുറ്റം പറയണ്ട, അവരങ്ങ് ജീവിക്കുമായിരുന്നു. എന്തിനാ ടോണി ചേട്ടൻ്റെ അടുത്ത് വിടാത്തത്? ടോണി ചേട്ടന് നല്ല വിഷമമുണ്ട്, അത് രേവതിക്കുട്ടി പറഞ്ഞ് എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. രേവതിക്കുട്ടിയോ? അതാരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവതക്കുട്ടി. അത് അപ്പോൾ ഗ്രേസി ആന്റിയുടെയും അതുപോലെ തന്നെ മാമച്ചാങ്കിളിന്റെയും വളർത്തുമകളാ. ഞങ്ങള് ഒരുമിച്ച് ഓർഫനേജിൽ ഉണ്ടായത്. എന്തായാലും ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സുമാ. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറയും. എനിക്കൊരു അനിയത്തി പോലെ തന്നെയാ അവള്. അതുകൊണ്ട് തന്നെയാ എനിക്ക് അവരുടെ കാര്യങ്ങൾ എല്ലാം അറിയാം. എന്തായാലും എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇനി എല്ലാവരും ഒരേ കുടുംബക്കാരാവാൻ പോകുന്നല്ലോ എന്നാലോചിച്ചാ എനിക്കൊരു സന്തോഷം എന്നൊക്കെ ഉടനെ പറയുന്നുണ്ട് അവതക്കുട്ടി. ഉടനെ റോബി പറയുക, അതിന് കുടുംബക്കാരാക്കാൻ വേണ്ടി അവനെ നമ്മള് ലിസ്റ്റിൽ കൂട്ടിയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ അവൻ നമ്മളെ കുടുംബക്കാരെന്ന് പറഞ്ഞ? അപ്പച്ചന് വേറെ ജോലിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. നീ ഒന്നും മിണ്ടായിരടാ, അവരങ്ങ് ജീവിക്കണമെങ്കിൽ ജീവിച്ചോട്ടെ. നിങ്ങൾ എത്ര കാലം എന്ന് പറഞ്ഞാ ഇവളെ പിടിച്ച് ഇവിടെ നിർത്തിയിരിക്കുക, ഞാൻ എത്ര പറഞ്ഞാലും കേൾക്കില്ല എന്നൊക്കെ അവതക്കുട്ടി പറയുന്നുണ്ട് റോബിയുടെ അടുത്ത്. അങ്ങനെ പറയുമ്പോഴത്തേക്കും അലീനെ കണ്ട് നിൽക്കുക എല്ലാവരും. ആ സമയത്ത് ഉടനെ തന്നെ പറയും. ആ സമയത്ത് സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, ഇന്നലെ നിങ്ങൾ എല്ലാവരും ഫോൺ വിളിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇവളെ കൊണ്ട് ഓഫനേജിലോ എവിടെയെങ്കിലും വിടാൻ വേണ്ടി. പക്ഷേ നിങ്ങളെല്ലാരും അറിയണം, 23 വർഷങ്ങള് അവൾ ഓഫനേജില് ഒരു ആകാരം പോലും നേരെയില്ലാതെ വളരെ കഷ്ടപ്പെട്ട് കഴിഞ്ഞതാ. എന്നാൽ ഇന്നാ ഇതിരി സന്തോഷം എന്താണെന്ന് അവൾ അറിയുന്നത്. പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും വലിയ ദുരനുഭവങ്ങൾ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇനി നിങ്ങളും കൂടെ എത്തേണ്ടതുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ അവതക്കുട്ടി പറയുക, അത് ശരി തന്നെയാ, ഞാൻ വീട്ടിൽ പോയപ്പോഴത്തേക്കും എനിക്ക് ഇരിക്കാൻ പോലും സമാധാനം തന്നില്ല ഈ യവന്മാര്. എങ്ങനെയെങ്കിലും അവളെ ഓട്ടിച്ചിട്ട് ഇങ്ങോട്ട് വന്നാ മതിയെന്ന് പറഞ്ഞ്. പക്ഷെ ഇപ്പം കണ്ടില്ലേ മിണ്ടാതെ നിൽക്കുന്നത് അലീനെ കണ്ട്. ഇപ്പൊ നീ എന്റെയൊക്കെ നാക്ക് എവിടെ പോയടാ എന്നൊക്കെ അവതക്കുട്ടി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും ഉടനെ തന്നെ സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, ഈ ഒരു നിപ്പ് തന്നെയാ അപ്പച്ചന് വന്ന ഒരു അവസരം നിന്നത്. അതുകൊണ്ട് എനിക്കിതൊക്കെ വളരെ അതിശയായിട്ടാ എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്ക് നിന്നതുപോലെ തന്നെയാ അലീനെ ഞാൻ ആദ്യം കണ്ടപ്പോഴത്തേക്കും നിന്നത്. ഇത് ഞങ്ങളുടെ അമ്മച്ചിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആ രൂപത്തിലും ഭാവത്തിലും എല്ലാം അതുപോലെയാ. അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എൻ്റെ സ്വന്തം മകളാണെന്ന്. ഇനി ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരണോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അവതക്കുട്ടി പറയുക, എൻ്റെ കുടുംബത്തിലെ അതേ മകളാ ഇത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവളെ ഒരിടത്തും ആർക്കും വിട്ടുകൊടുക്കില്ല. അത് ആരൊക്കെ പറഞ്ഞിരുന്നാലും നീയൊക്കെ ഇപ്പം അടിച്ചിറക്കാൻ വന്നതല്ലേ, ഇപ്പോഴത്തേക്കും ഇന്ന് നീ അടിച്ചിറക്കിട്ട് പോയാ മതി കേട്ടോ എന്നൊക്കെ ഈ വന്നവരടുത്ത് പറയുന്നുണ്ട്. അപ്പച്ച കൂടുതലൊന്നും പറയണ്ട, ഞങ്ങൾ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു. ആ ചേട്ടന് നമ്മൾ ജീവിതം നമ്മൾ നോക്കിയത്. റീത്തമ്മ ചേച്ചിയും വിളിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആരുടെ വശത്താ നിൽക്കേണ്ടത്? യഥാർത്ഥമായിട്ടുള്ള ഭാര്യയല്ലേ, അതുപോലെ ഭാര്യയുടെ ചേച്ചിയും അവിടെ നല്ലതിന് വേണ്ടി പറയുന്നത് വിചാരിച്ച ഞങ്ങളൊരു ചർച്ചയ്ക്ക് കണക്കാക്കി ഇങ്ങോട്ടേക്ക് വന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് ചർച്ചയായിരുന്നാലും അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ നല്ലതുപോലെ നോക്കുന്നുണ്ട്. എൻ്റെ മക്കളെ കാര്യമായിരുന്നാലും ഭാര്യയുടെ കാര്യമായിരുന്നാലും. പക്ഷെ അതിനുപരിയായിട്ട് തന്നെ ചേച്ചിയുടെ കാര്യം വരെ എൻ്റെ പൈസയ്ക്കാണ് നടന്നു പോകുന്നത്. കൊണ്ടുവരുന്ന
കാറ് പോലും എൻ്റെതാ. എന്നിട്ട് എന്നെ തന്നെ ദുഷിച്ച് നിങ്ങൾ വിളിച്ച് പറഞ്ഞിരിക്കുന്നു. അത് മാത്രമോ നിങ്ങൾ ഇങ്ങോട്ട് ഇറക്കി വിടാൻ വേണ്ടി പറഞ്ഞയച്ചത് അവള് തന്നെയാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇനി നീ എന്തായാലും ഫോൺ വിളിച്ച് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതൊന്ന് പറയണം കേട്ടോ എന്ന് പറയുന്നുണ്ട് സ്റ്റാൻലി ജോസഫ്. എന്തായാലും മോളിങ്ങി വന്നേ, ഞാൻ പരിചയപ്പെടുത്തി തരാം ഇവരെല്ലാവരും എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അലീനയെ ചേർത്ത് പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ അലീനയ്ക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ മകള് അലീന, ഇത് എന്നെ പോലെ ഉണ്ടല്ലേ. എന്തായാലും ഇനി നിങ്ങൾ ഈ വീട്ടില് ഇവളെ കൂടെ എന്നെ കാണും പോലെ തന്നെ കാണണം. എന്ന് വെച്ചാൽ ഒരു ശത്രുവിനെ പോലെ അല്ല, എൻ്റെ മകളായിട്ട് നിങ്ങൾ അംഗീകരിക്കണം. അതാ എൻ്റെ തീരുമാനം. നിങ്ങൾ അതിന് ഒത്തു നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവതക്കുട്ടി പറയുന്നുണ്ട്, ഇനി എന്തായാലും ഇവർക്കെല്ലാം മനസ്സിലായല്ലോ. ഇനി നീ കൊടുക്കേണ്ട മറുപടി കൊടുക്കേണ്ട ആളുണ്ട്, ആ റീത്താമ്മ. അവൾ ഈ വീട്ടില് എന്തൊക്കെ ചെയ്ത് കൂട്ടിയെന്ന് നിങ്ങൾക്കറിയാവോ? വിഷം വരെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കില്ല. എന്തായാലും അതിൽ നിന്നൊന്ന് കരകയറി വരുന്നതേ ഉള്ളൂ. ഇനിയെങ്കിലും ഒരു സമാധാനം ആ കുട്ടിക്ക് കിട്ടണം. അതുമാത്രമല്ല, ഇവിടെ എല്ലാ കുടുംബക്കാരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നുണ്ട്. ഇവിടെ ഈ അലീന എല്ലാവരെയും ഒരുപോലെ കരുതുന്നത്. അവൾക്ക് ശത്രുക്കൾ ആരുമില്ല, പക്ഷെ തെറ്റ് കണ്ട പ്രതികരിക്കും. ഇവിടുത്തെ കിച്ചണിൽ തന്നെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു തീരുമാനം എനിക്ക് എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളെല്ലാം വന്ന സ്ഥിതിക്ക് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു തരാം. നമ്മുടെ അമ്മച്ചി ഉണ്ടാക്കില്ലേ ഭക്ഷണം, അതേ രുചിയാ. അപ്പച്ചനും കഴിച്ചിട്ടില്ലല്ലോ ഇവൾ ഉണ്ടാക്കുന്നത്. എന്തായാലും പൗലോസിൻ്റെ അടുത്ത് ഇന്ന് എല്ലാവരും വന്ന സ്ഥിതിക്ക് പറയണം, കിച്ചണിൽ ഇന്ന് അലീന കയറിയാൽ മതിയെന്ന്, ഇന്ന് ഒരു ദിവസത്തേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഇത് എനിക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെ, എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, കൊള്ളാന്ന് പറയുന്നതൊക്കെ എനിക്ക് ഏറ്റവും നല്ല അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കിച്ചണിൽ കയറുന്നുണ്ട്. അങ്ങനെ എല്ലാ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എല്ലാവരെയും സൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ആഹാരം കഴിക്കുന്ന സമയത്ത് ഉടനെ തന്നെ അവതക്കുട്ടി പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. എന്തായാലും എൻ്റെ ചിന്നമ്മ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. അതുപോലെ തന്നെ റോബിയും അതുപോലെ തന്നെ ആൽബിയും കഴിച്ചുകൊണ്ടിരുന്ന സമയത്തും അതുപോലെ തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ പറയുക, ഇനി എന്തെങ്കിലും സംശയം മക്കളായ നിങ്ങൾക്ക് വല്ലതുണ്ടോ എന്നൊക്കെ റോബിയുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതെ തലകുനിഞ്ഞ് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്, ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ. അങ്ങനെ ആ സമയത്തേന് ഉടനെ തന്നെ ഫോൺ വരുന്നുണ്ട്. റോബിക്ക് വിളിക്കുന്നത് റീത്താമ്മയാണ്. അവിടെ പോയിട്ട് എന്തായി, എന്തൊക്കെ ചെയ്തു, അവളെ നിങ്ങൾ ഇറക്കി വിട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കിതിൽ ഒന്നും പറയാനില്ല, ഇത് ഞങ്ങളുടെ ചേട്ടൻ്റെ മകള് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇറങ്ങി പോവേണ്ടത് കാര്യമൊന്നുമില്ല. അവള് ഈ വീട്ടിൽ തന്നെ ജീവിക്കേണ്ടത്. നമ്മുടെ ചേട്ടൻ്റെ മകളായിട്ട് ഇനി നിങ്ങൾ ആരും ഇറക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല എന്ന് റോബി റീത്താമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ റീത്താമ്മ ഞെട്ടിയിട്ട് പറയുക, എന്താ നീയൊക്കെ ഇറക്കാൻ പോയിട്ട് ഇപ്പൊ അവളെ വശം തീർന്ന് അവളുണ്ടാക്കി തന്ന ഭക്ഷണവും കഴിച്ചിട്ട് അവളെയും പുകഴ്ത്തിയിട്ടിരിക്കുവല്ലേ കുടുംബക്കാര് നിങ്ങളെല്ലാം ഒരുമിച്ച്. എന്തായാലും ഞാൻ നിങ്ങളെ അവളെ ഇറക്കി വിടാൻ വേണ്ടി പറഞ്ഞയച്ചതല്ലേ, ആ സമയത്ത് ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ എൻ്റെ അടുത്ത് കാണിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് റീത്താമ്മ ഒന്നുകൂടെ പറയുന്നുണ്ട്, നിങ്ങളന്ന് കുടുംബക്കാരെ അന്ന് വേണ്ടെന്ന് ഞങ്ങൾക്ക് തീരുമാനിച്ചതാ. എന്നിട്ടും ഈ എൽസമ്മയാ പറഞ്ഞത് യവൻ തന്നെയാ മതിയെന്ന്. ഇപ്പൊ അനുഭവിക്കുന്ന കണ്ടില്ലേ, ഏതോ ഒരുത്തി വീട്ടിൽ വിളിച്ചു കയറ്റിക്കൊണ്ട് വന്നിട്ട് മകളാന്ന് വെച്ചോണ്ട് ഇരിക്കുന്നത്. എനിക്ക് എന്നെ പുച്ഛം തോന്നുക നിങ്ങളെ കുടുംബത്തെ ആലോചിച്ചിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞങ്ങളുടെ കുടുംബം നല്ല കുടുംബം തന്നെ, അതുകൊണ്ടല്ലേ നിങ്ങൾ നല്ല രീതിയിൽ ഇപ്പോഴും ജീവിച്ചു പോകുന്നത്. അല്ലെങ്കിൽ എങ്ങനെ കഴിയുമായിരുന്നു? എൻ്റെ ചേട്ടൻ്റെ പൈസ വെച്ചല്ലേ നിങ്ങൾ ജീവിക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് റോബി. ഇത് കേട്ട ഉടനെ പറയുക, എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കാൻ വേണ്ടി അറിയാവുന്നത് തന്നെയാണ് നിങ്ങളെ കുടുംബക്കാര്. എങ്ങനെയോ ആവട്ടെ, ഇനി എന്തായാലും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങൾ ആരുടെ ആവശ്യമില്ല എന്നൊക്കെ പറയുക. ഒരിക്കൽ ഒരു അബദ്ധം പറ്റി, ഇനിയും അങ്ങനെ പറ്റുമെന്ന് നോക്കേ വേണ്ട. ഇനി ഇങ്ങോട്ട് നിങ്ങളെ കയറ്റിയിട്ട് വേണ്ടേ ഈ വീടിന്റെ നടയിൽ പോലും കയറില്ലെന്ന് ചേട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞ സ്റ്റാൻലി ജോസഫ് ചോദിക്കുന്നുണ്ട്, റീത്താമ്മയാണോ ഫോൺ വിളിച്ചത്? എന്തിനാ നിങ്ങളിവിടെ വന്ന് എന്തായെന്ന് അറിയാൻ വേണ്ടിയാണോ? എന്തായാലും നീ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ. അഥവാ നിനക്ക് ഇതിന് വിപരീതമാണ് നിങ്ങൾ കാണിക്കുന്നെങ്കിൽ പിന്നെ നിങ്ങളും ഈ വീടിന്റെ പുറത്താ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പച്ചനുമുണ്ട് എൻ്റെ കൂടെ സപ്പോർട്ടിനും എല്ലാത്തിനും. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്.